ദേശീയ പാർട്ടി നേതൃത്വത്തിന്റെ അപ്രതീക്ഷിത നോമിനിയായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പദത്തിലേക്ക്. മാസങ്ങൾക്ക് നീണ്ട അനിശ്ചിതത്വങ്ങൾക്കു പിന്നാലെ അവസാന നിമിഷവും സസ്പെൻസ് നിർത്തിയായിരുന്നു തീരുമാനം. രാവിലെ 11-ന് സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വരണാധികാരിയായ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. വിഷ്ണു, ബിജെപിക്ക് ഇനി പുതിയ മുഖമാണ്. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നാണ് ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രതീക്ഷിതമായ ഒരു തീരുമാനം തന്നെയാണ്. അതായത് പലയിടത്തിലും പല സാഹചര്യത്തിലും പാർട്ടിക്കുള്ളിലും പുറത്തുമെല്ലാം അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരാണ് വരിക എന്നുള്ള ചർച്ചകളെല്ലാം പുരോഗമിക്കുന്ന സമയത്ത് പോലും രാജീവ് ചന്ദ്രശേഖറിന് ആ സാധ്യത ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. വളരെ അപ്രതീക്ഷിതമായി തന്നെയായിരുന്നു ഈ തീരുമാനമുണ്ടായത്. കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നോമിനിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യം അവതരിപ്പിച്ചത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു. അതിന് പിന്നാലെ തന്നെ കേന്ദ്രത്തിന്റെ കൂടി ഒരു തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഈ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത്. ഏതായാലും അതേസമയം തന്നെ വലിയ ചർച്ചകൾ വഴി ഉണ്ടായിരുന്നു. അതായത് ശോഭാ സുരേന്ദ്രൻ സ്ഥാനത്തേക്ക് വരുമോ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ MT രമേശ് സ്ഥാനത്തേക്ക് വരുമോ, അല്ലെങ്കിൽ ഈ നിലവിലെ ഉണ്ടായിരുന്ന അധ്യക്ഷനായ K സുരേന്ദ്രൻ തുടരുമോ എന്നുള്ള കാര്യത്തിലെല്ലാം ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ പോലും രാജീവ് ചന്ദ്രശേഖരന്റെ പേര് കാര്യമായി പ്രതിഫലിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷം അപ്രതീക്ഷിതമായി ഈ പേര് വന്നതോടെ തന്നെ ആ സംസ്ഥാന നേതൃത്വത്തിന് വലിയൊരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പരിഗണിച്ചിരുന്നില്ല. എന്നാൽ അതേസമയം തന്നെ ഇത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അതായത് ഈ സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ തന്നെ പല ഗ്രൂപ്പ് പോരുകൾ നടക്കുകയാണ്. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഇതുപോലെ ഒരു നേതാവിനെ തന്നെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള തീരുമാനമാണ് സംസ്ഥാന നേതൃത്വം എടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിന് ശേഷം വരണാധികാരിയായ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തും. രാവിലെ 11 മണിക്ക് ശേഷമാണ് യോഗം ചേരുന്നത്. ആ യോഗത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തും. വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം പാർട്ടിക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അതോടൊപ്പം തന്നെ 18 വർഷത്തോളം MP ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി തന്നെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും വളരെ തുച്ഛമായ വോട്ടിലാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവാണ്. കൂടുതൽ പ്രവർത്തന സാധ്യത അവർ കാണുന്നുണ്ട്. ഏതായാലും കേന്ദ്ര നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമുള്ള നേതാവ് കൂടിയായതുകൊണ്ട് തന്നെ BJPക്ക് വലിയൊരു മുതൽക്കൂട്ടായി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രാവിലെ 11 മണിയോടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിന് ശേഷം അത് ഔദ്യോഗികമായി തീരുമാനിക്കും. അതിര തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ K സുരേന്ദ്രന് തുടർച്ചയുണ്ടാകും. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും MT രമേശൊക്കെ ഈ ഒരു സൂചനാ പട്ടികയിൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കേന്ദ്ര നേതൃത്വം ഈ രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്തിപ്പെട്ടത്? അതുതന്നെയാണ് ഞാൻ അല്പം മുമ്പ് വരെ സൂചിപ്പിച്ചത് ആതിര. അതായത് പ്രത്യേകിച്ചും കേന്ദ്ര നേതൃത്വത്തിന്റെ താല്പര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നോമിനേഷൻ നൽകിയ കൂട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നൽകി. കേന്ദ്ര നേതൃത്വത്തിന്റെ താല്പര്യം അറിയിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ അകത്തുള്ള ചേരിപ്പോര് അല്ലെങ്കിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് ദേശീയ തലത്തിൽ നിന്നുള്ള പ്രതിനിധി ഇവിടെ നിന്നും പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റൊരാളെ മാറ്റണം, അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് തർക്കമില്ലാത്ത ഒരാളെ കൊണ്ടുവരണമെന്ന സാഹചര്യമുണ്ടായത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖരന് അധ്യക്ഷ സ്ഥാനം നൽകുന്നത് നേരത്തെ പരിഗണനയിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ചും വ്യക്തതയില്ല. അതിൽ പ്രധാനമായും ഈ ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, അതോടൊപ്പം തന്നെ K സുരേന്ദ്രൻ തുടരുന്നതടക്കമുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായി എടുത്ത തീരുമാനം എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. സംസ്ഥാന നേതൃത്വം ഇക്കാര്യം അറിയുമ്പോൾ തന്നെ വളരെ അപ്രതീക്ഷിതമായ ഒരു തീരുമാനമായി തന്നെ കണക്കാക്കുന്നു. ഏതായാലും രാജീവ് ചന്ദ്രശേഖരനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്നലെ നടന്ന യോഗത്തിലെല്ലാം ഉണ്ടായിരുന്നു. അതിൽ വളരെ പൂർണ്ണമായും പാർട്ടി വിശ്വസിക്കുന്നത് ഇത് രാഷ്ട്രീയപരമായ ഒരു നേട്ടമായി തന്നെയാണ്. വലിയ രീതിയിലുള്ള മുന്നേറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടെ താല്പര്യത്തിൽ ആണ് ഈ ഒരു തീരുമാനം. രാവിലെ 11 മണിയോടെ സംസ്ഥാന കൗൺസിൽ ചേർന്നതിന് ശേഷം ഈ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. അതിരാ ശരി, വിഷ്ണു കരുണാകരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി.